ഹലോ ഫ്രണ്ട്സ്, ക്രിസ്റ്റൽ ജോഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരള HSI സോഷ്യൽ സയൻസ്, കേരള PSC നടത്തുന്ന HSI സോഷ്യൽ സയൻസിൻ്റെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുന്നത്. HSI സോഷ്യൽ സയൻസ് നമ്മൾ അടുത്ത വർഷത്തേക്ക് വിളിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ബേസിസിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ജനറൽ പേപ്പറും ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി തുടങ്ങിയ ഏരിയ എല്ലാം സിലബസ് അനുസരിച്ച് കവർ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കോഴ്സുകൾ എടുക്കാവുന്നതാണ്. ക്രിസ്റ്റൽ എജു ഹബിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും പർച്ചേസ് ആവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത് ആര്? വിൽഡുറാൻഡ്, EH കാർ, അർണോൾഡ് ടോയിൻബി, കാർലെ. വിൽഡുറാൻഡ്, EH കാർ, അർണോൾഡ് ടോയിൻബി, കാർലെ. നമുക്കിതിൻ്റെ ഉത്തരം അറിയാം. EH കാറാണ്. വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ് ചരിത്രമെന്ന് പറഞ്ഞത്. സോ EH കാറിൻ്റെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഹിസ്റ്ററി? സോ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന ബുക്ക് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇതാണ് EH കാർ. എഡ്വേർഡ് ഹാലറ്റ് കാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ട്രിനിറ്റി കോളേജ് കാൻബ്രിഡ്ജിലാണ് അദ്ദേഹം പഠിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് കാൻബ്രിഡ്ജിലെ 1961 ജോർജ് മെക്കോളെ ട്രവലിൻ, അതായത് GM ട്രവലിൻ ലെക്ചർ സീരീസിലെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ലെക്ചർ സീരീസ് അല്ലെങ്കിൽ ആ ഒരു ലെക്ചറിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന ബുക്കായിട്ട് പിന്നീട് വരുന്നത്. ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സാണ് വാട്ട് ഈസ് ഹിസ്റ്ററി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബുക്കായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നവർ ഈ ബുക്കിനെ പറ്റി അറിഞ്ഞിരിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വലുതായിട്ട് ചോദിക്കാറില്ല. പക്ഷെ വാട്ട് ഈസ് ഹിസ്റ്ററി, EH കാർ, ട്രിനിറ്റി കോളേജിൽ നിന്നാണ് അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ നോക്കാം. സ്റ്റഡി ദ ഹിസ്റ്റോറിയൻ ബിഫോർ യു ബിഗിൻ ടു സ്റ്റഡി ദ ഫാക്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള, EH കാർ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫാക്ട്സ് പഠിക്കുന്നതിന് മുമ്പ് ചരിത്രകാരനെ പറ്റി പഠിക്കുക, എന്നിട്ട് ഫാക്ട്സ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ ഹിസ്റ്റോറിയൻ വിത്തൗട്ട് ഹിസ് ഫാക്ട് ഈസ് റൂട്ട്ലെസ് ആൻഡ് ഫ്യൂട്ടൈൽ. ദ ഫാക്ട് വിത്തൗട്ട് ദെയർ ഹിസ്റ്റോറിയൻ ആർ ഡെഡ് ആൻഡ് മീനിങ്ലെസ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ കണ്ട വർത്തമാനകാലവും ഭൂതകാലവുമായുള്ള നിരന്തര സംഭാഷണമാണ്. അതായത് വർത്തമാനകാലത്തിലുള്ള ഹിസ്റ്റോറിയനും ഭൂതകാലത്തിലുള്ള ഫാക്റ്റും തമ്മിലുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സാണ് ഹിസ്റ്ററി എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ മീനിങ്ലെസ്സിലായിട്ട് ഫാക്റ്റ് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് മീനിങ് ഇല്ല. അപ്പോൾ ഹിസ്റ്റോറിയൻ മാത്രമായിട്ടിരുന്നാൽ ഫാക്റ്റിന് എന്തില്ല, എക്സ്പ്ലനേഷൻ ഇല്ല, അല്ലെങ്കിൽ അതിനൊരു കൺക്ലൂഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ. അപ്പോൾ അങ്ങനെ ഹിസ്റ്ററിയെ അതിൻ്റെ രീതിയിൽ പഠിക്കണമെങ്കിൽ ഹിസ്റ്റോറിയൻ ഫാക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കാര്യങ്ങൾ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന ബുക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം കൊടുക്കുന്ന explanation, it is a continuous process of interaction between historian and his fact as an unending dialogue between the present and the past. പ്രസന്റും പാസ്റ്റും തമ്മിലുള്ള ഒരു അൺഎൻഡിങ് ആയിട്ടുള്ള ഡയലോഗാണ്, ഒരു സംഭാഷണമാണ്. പിന്നെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹിസ്റ്റോറിയൻ ആൻഡ് ഫാക്ട്. അപ്പോൾ ഹിസ്റ്റോറിയൻ ആൻഡ് ഫാക്ട് എന്ന് തന്നാലും പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് തന്നാലും അതിൽ വരുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ EH കാർ. EH കാറിൻ്റെ മറ്റൊരു ബുക്കാണ് എ ഹിസ്റ്ററി ഓഫ് സോവിയറ്റ് യൂണിയൻ. അദ്ദേഹത്തിൻ്റെ ബുക്കിനെ പറ്റി പറഞ്ഞു. വാട്ട് ഈസ് ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. എ ഹിസ്റ്ററി ഓഫ് സോവിയറ്റ് റഷ്യയും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ബുക്കാണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാഷ്ട്രം ഏതെന്നാണ് ചോദ്യം. ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാജ്യം. നമുക്കിതിൻ്റെ ഉത്തരം അറിയാം. ഓപ്ഷൻ A ആണ്, ബ്രിട്ടൻ ആണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടാത്ത രാജ്യം. സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട്.
ഈ മാപ്പ് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ തന്നെ മനസ്സിലാവും, ഇത് ഫസ്റ്റ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടതാണ്, ഇത് സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ UK ഉണ്ട്, USA ഉണ്ട് അലൈഡ് പവേഴ്സ് ആയിട്ട്. അലൈഡ് പവേഴ്സിൽ UK, USA, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, റഷ്യ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ, ഇത്രയും 4 രാജ്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് അലൈഡ് പവേഴ്സ് ആയിട്ട്. ആക്സിസ്, അതായത് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യനിൽ കണ്ട അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുമ്പോൾ ജർമ്മനി വരും, ഇറ്റലി വരും, ജപ്പാൻ വരും. അത് കഴിഞ്ഞിട്ട് 1940 ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് 2 അലയൻസുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ട്രിപ്പിൾ എൻറ്റൻറ്റെ, ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞിട്ട് 3 രാജ്യങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 3 രാജ്യം വെച്ചുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, 2 ഗ്രൂപ്പുകളുണ്ട്. ട്രിപ്പിൾ എൻറ്റൻറ്റ്, ട്രിപ്പിൾ അലയൻസ്. ഗ്രേറ്റ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ തുടങ്ങിയ 3 രാജ്യങ്ങൾ ചേർന്നിട്ട് ട്രിപ്പിൾ എൻറ്റൻറ്റെ വരുന്നുണ്ട്. ട്രിപ്പിൾ അലയൻസ് വരുന്നത് ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. അപ്പോൾ ഈ 3 രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ വേൾഡ് വാർ 1 അലയൻസുകളിൽ ഏതെങ്കിലും ഒരു ചേരുംപടി ചേർക്കാനോ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ തന്നിട്ട് വരാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാപ്പ് വെച്ച് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്. ഏതിൽ? ട്രിപ്പിൾ എൻറ്റൻറ്റ്. ട്രിപ്പിൾ അലയൻസിൽ ജർമാനിക് എംപയർ, അതായത് ജർമ്മനി, പിന്നെ ഓസ്ട്രിയ, ഹംഗറി വരുന്നുണ്ട്, ഇറ്റലിയും വരുന്നുണ്ട്. ഓക്കെ, വേൾഡ് വാർ 1, വേൾഡ് വാർ 2 ജസ്റ്റ് ഒന്നൊരു ബ്രീഫായിട്ട് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ വേൾഡ് വാർ 1 1914, 1918 നടക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള കാലത്തിലാണ് മിലിറ്ററിയാരിസം അതുപോലെ അലയൻസസ് ഈ 1940 മുമ്പ് തുടങ്ങി വയ്ക്കുന്ന ചില അലയൻസുകളുണ്ട്, സീക്രട്ട് അലയൻസുകൾ. പിന്നെ ഇമ്പീരിയലിസം, നാഷണലിസം തുടങ്ങിയ കാര്യങ്ങളാണ് ടെറിറ്റോറിയൽ കോൺക്വസ്റ്റുകളിലും അതുപോലെ തന്നെ ഇമ്പീരിയലിസ്റ്റ് ആശയങ്ങൾ, അല്ലെങ്കിൽ ഇമ്പീരിയലിസം എന്ന് പറയുന്ന പുതിയ ഏരിയകൾ കണ്ടെത്താനും അവരെ കീഴടക്കാനും അവർ മുന്നിൽ ആധിപത്യം സ്ഥാപിക്കാനും ശ്രമിക്കുന്ന മിലിറ്ററിസം അങ്ങനെ അലയൻസുകൾ ആ സമയത്ത് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേൾഡ് വാർ 1 മെയിൻ ആയിട്ടുള്ള കോസുകൾ ഇതൊക്കെയാണ്. അന്നുണ്ടായിരുന്ന 2 പവറാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലായിരുന്നു യുദ്ധം. ട്രിപ്പിൾ എൻറ്റൻറ്റെ, ട്രിപ്പിൾ അലയൻസ്. ട്രിപ്പിൾ എൻറ്റൻറ്റിൽ വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ അലയൻസിൽ വരുന്നത് ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ. ബാറ്റിൽസ് ആ സമയത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽസ് എന്ന് പറയുമ്പോൾ ബാറ്റിൽ ഓഫ് മെയിൻ, വെർഡൂം, സോം, ഇത് 3 ഫ്രാൻസിലാണ് നടക്കുന്നത്. ഫ്രാൻസിലെ യുദ്ധങ്ങളാണ് ആ സമയത്തെ. ഫ്രാൻസ് ആയിരുന്നു ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഓഫ് വാർ. അപ്പോൾ ട്രെഞ്ച് വാർഫെയർ ആയിരുന്നു അന്ന് നടന്നത്. പിന്നെ ഒരുപാട് കാഷ്വാലിറ്റീസും ആ സമയത്ത് ഫ്രാൻസിൽ അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും US ഫസ്റ്റ് വേൾഡ് വാറിൽ എൻ്റർ ചെയ്യുന്നതാണ് 1917. അങ്ങനെ 1918 വേൾഡ് വാർ 1 എൻഡ് ചെയ്യുന്നുണ്ട്. റഷ്യൻ റവല്യൂഷൻ അത് ആ സമയത്ത് നടക്കുന്നുണ്ട്. റഷ്യ അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ വിഡ്രോ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്കും അലൈഡ് പവർ, ട്രിപ്പിൾ അലയൻസ് യുദ്ധം ജയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുശേഷം ട്രീറ്റി ഓഫ് വേഴ്സായ്സ് വരുന്നുണ്ട്. അങ്ങനെ ജർമ്മനിയെ ഒരുപാട് ഫസ്റ്റ് വേൾഡ് വാർ തളർത്തുന്നുണ്ട്, നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ 1939 to 45 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന് എൻഡിൽ വന്നിട്ടുള്ള ട്രീറ്റി ഓഫ് വേഴ്സായ്സ് അതിൻ്റെ ഒരു ഫെയിലിയർ ആയിട്ടാണ്, അതാണ് ഒരു കോസ് എന്ന് പറയുന്നത്. പിന്നെ മുസോളിനി, ഹിറ്റ്ലർ, ഹിരോഹിത്തോ എന്ന് പറയുന്ന 3 ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഡിക്റ്റേറ്റേഴ്സ് യൂറോപ്പിലും ജപ്പാനിലുമായിട്ട് വരുന്നുണ്ട്. ജർമ്മനിക്കാരൻ ഹിറ്റ്ലർ, മുസോളിനി ഇറ്റലി, ഹിരോഹിത്തോ ജപ്പാൻ, അങ്ങനെ 3 പേര് ചേർന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഒരു അലയൻസ് ആണ് പിന്നീട് വേൾഡ് വാർ സെക്കൻഡിലേക്ക് നയിക്കുന്നത്. ആക്സിസ് പവേഴ്സ് ആയിട്ടുള്ള ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആക്സിസ് പവർ ആയിട്ട് മാറും. പിന്നെ അലൈസ് അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, USA. ബാറ്റിൽസ്, മെയിൻ ആയിട്ടുള്ള ബാറ്റിൽസ് നമുക്ക് ഓർമ്മയിരിക്കേണ്ടത് സ്റ്റാലിൻഗ്രാഡ് റഷ്യയിൽ നടക്കുന്നതാണ്. നോർമണ്ടി ഫ്രാൻസ് ആണ്. ബാറ്റിൽ ഓഫ് അറ്റ്ലാന്റിക്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽ എന്ന് പറയാൻ കാര്യം അമേരിക്കയിൽ നിന്നുമാണ്. ഈ സെക്കൻഡ് വേൾഡ് വാർ ആകുമ്പോഴത്തേക്കും യൂറോപ്പ് മൊത്തത്തിൽ തകരും. യൂറോപ്പിൽ പ്രൊഡക്ഷനും
അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ കീ സപ്ലൈസ്, അതായത് മരുന്ന്, അതിന് യുദ്ധത്തിനുള്ള സാധന സാമഗ്രികളൊന്നും എത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ യൂറോപ്പിലുണ്ടാകും. അങ്ങനെ യു എസ് എയിൽ നിന്നുമാണ് ഈ സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ വരുന്ന ഷിപ്പ് അല്ലെങ്കിൽ കപ്പലുകളെ ജർമ്മനി യു ബോട്ട്സ് എന്ന് പറയുമ്പോൾ സബ്മറൈൻ, വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന ഈ സബ്മറൈൻ ഉപയോഗിച്ച് തകർക്കുന്നവരും അവർ അതിൽ ഏറ്റവും നല്ല യു ബോട്ട്സുകൾ ഉപയോഗിച്ചത് ജർമ്മനിയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം എന്താണ്, ഈ ഒരു സമയത്ത് സെക്കൻഡ് വേൾഡ് സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആണ് ബാറ്റിൽ ഓഫ് അറ്റ്ലാന്റിക്. ടേണിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത് അറ്റാക്ക് ഓൺ പേൾ ഹാർബർ. ജപ്പാൻ കാമികാസി പ്ലെയിൻ ഉപയോഗിച്ച് പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നതാണ്. യു എസിന്റെ നേവൽ ബേസ് ആയിട്ടുള്ള പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുന്നതാണ്. പിന്നെ റഷ്യയിൽ നടന്നിട്ടുള്ള ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാഷ്വാലിറ്റി തന്നെ വരുത്തി വെച്ച ഒരു യുദ്ധമായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന ഒരു യുദ്ധമാണ് സെക്കൻഡ് വേൾഡ് വാറിലെ ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്. അപ്പോൾ ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് അലൈഡ് പവേഴ്സ്, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, USA വിജയിക്കുന്നുണ്ട്. ജർമ്മനി, ജപ്പാൻ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബോംബിങ്സ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടുന്നതായിട്ട്, അറ്റോമിക് ബോംബ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനാവും. അടുത്ത ചോദ്യം, സൗരപഞ്ചാംഗം താഴെ പറയുന്നവയിൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെട്ടതാണ് ചർച്ച ചെയ്യാറുള്ളത്? സൗരപഞ്ചാംഗം താഴെ തന്നിരിക്കുന്ന ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദ്യം. ചൈനീസ്, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ലോത്തൽ. ചൈനീസ്, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ലോത്തൽ. സോ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈജിപ്ഷ്യൻ ആണ് സൗരപഞ്ചാംഗം, അതായത് സൺ ഡയൽ അല്ലെങ്കിൽ സൺ ക്ലോക്ക്, കലണ്ടർ അല്ല, സൺ ക്ലോക്ക്. ഇത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈജിപ്ഷ്യൻസ് ആണ് സൺഡേയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സൺഡേന്റെ ഒരു മോഡൽ. സൂര്യൻ മാറുന്നതിനനുസരിച്ച് ഇതിലെ മൂവ്മെന്റ്സ് അറിയാനായിട്ട് കഴിയും. അടുത്ത ചോദ്യം, വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം? വുഡ്രോ വിൽസൺ, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വുഡ്രോ വിൽസൺ തയ്യാറാക്കിയ 14 പരിപാടി ചർച്ച ചെയ്യാൻ പാരീസ് സമ്മേളനം ചേർന്ന വർഷം? 1909, 1919, 1908, 1918. അപ്പോൾ ഇതിലെ 2 വർഷം നമുക്ക് ഇതിനകത്ത് 2 കാര്യങ്ങൾ ഇതിനകത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്. വുഡ്രോ വിൽസൺ ഇത് തയ്യാറാക്കി, ഇത് US കോൺഗ്രസിൽ ഇത് അവതരിപ്പിക്കും. അത് അവതരിപ്പിക്കുന്നത് 1918. അപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം അതിനെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള പോലെ പാരീസ് സമ്മേളനം നടന്നത് 1919. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1919. വുഡ്രോ വിൽസൺ US പ്രസിഡന്റ് ആയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ, അതായത് USന്റെ കോൺഗ്രസിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺഗ്രസിൽ ജനുവരി 8, 1918 അദ്ദേഹം ഈ ഒരു ഗോളുകൾ, അതായത് ഈ 14 പോയിന്റ്സ് പറയുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമുക്കിങ്ങനെ ഈ പ്രശ്നങ്ങൾ, അതായത് യുദ്ധം വീണ്ടും വരാതെ സൂക്ഷിക്കാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറയുന്ന ഒരാശയമാണിത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 14 പോയിന്റ്സ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ പീസ്, ലോക സമാധാനം, അപ്പോൾ ഇന്റർനാഷണൽ പ്രോബ്ലംസ്, അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് കുറയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് 1919 പാരീസിൽ മീറ്റിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, പാരീസ് കോൺഫറൻസ്. അപ്പോൾ ഈ 14 പോയിന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് കാരണമായ സീക്രട്ട് അലയൻസുകളുണ്ട്, അപ്പോൾ അത് നിർത്തണം. ഓക്കെ, ഫ്രീഡം ഓഫ് സീ, കടൽ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ കടൽ ആർക്കും ഉപയോഗിക്കാം, ഫ്രീഡം ഓഫ് സീ. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ US വരാനായിട്ടുള്ള കാര്യത്തിലും ഒന്നാണിത്. റെഡ്യൂസ് മിലിറ്ററിസം, മിലിറ്ററി ഉപയോഗിക്കുന്നത്
അപ്പോൾ ആംസും അതുപോലെ തന്നെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് നമ്മുടെ തോക്കുകൾ അതുപോലെ എക്യുപ്മെന്റ്സ് കൂട്ടി കൂട്ടി വെക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നത് അത് എല്ലാവർക്കും തമ്മിൽ ഭയമുണ്ടാക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് മാക്സിമം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് റെഡ്യൂസ് മിലിറ്ററിസം, സെൽഫ് ഡിറ്റർമിനേഷൻ. അപ്പോൾ കൊളോണിയൽ അല്ലെങ്കിൽ കോളനീസ് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ബ്രിട്ടൻ്റെ ഒരു കോളനിയായിരുന്നു ഇന്ത്യ, പിന്നെ ബർമ്മ, അങ്ങനെ പല രാജ്യങ്ങളും കോളനികളായിട്ടുണ്ട്, പല രാജ്യങ്ങളുടെയും കോളനികളായിട്ടുണ്ട്. അപ്പോൾ ഇത് സെൽഫ് ഡിറ്റർമിനേഷൻ, അപ്പോൾ ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആന്റി കൊളോണിയൽ ആയിട്ടുള്ള ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഈ ലോക സമാധാനത്തിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും കൂടെ വരുന്ന ഒരു ലീഗ് അല്ലെങ്കിൽ ഒരു ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്നും വന്ന ഒരു ഓർഗനൈസേഷനാണ് ലീഗ് ഓഫ് നേഷൻസ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. പക്ഷേ ഇതെല്ലാം വന്നുവെങ്കിലും ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുദ്ദേശിച്ച പോലെ നടക്കുന്നില്ല. കാര്യം എന്ത്, ഇത് ടു വേഗമായിരുന്നു. ജസ്റ്റ് 14 പോയിന്റ്സ് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട്. അതിൽ വലിയ ചർച്ചകൾ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പാരീസിൽ വെച്ച് നടക്കുന്നു എങ്കിലും, പക്ഷേ അത് വലിയ തീരുമാനങ്ങളിലും ഇതൊരു വലിയ ഒരു UNO പോലെ പിന്നീട് വന്ന ഓർഗനൈസേഷൻസ് പോലെ അത്ര എൻഫോഴ്സിങ്ങോ അല്ലെങ്കിൽ ബൈൻഡിങ്ങോ ആയിട്ട് മാറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോ വിനിമയം ആരംഭിച്ച വർഷം. യൂറോ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷമാണ് ചോദ്യം. 2002, 2021, 2012, 2000. 2002, 2021, 2012, 2000. സോ ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 2002 ആണ്. അപ്പോൾ യൂറോ ആദ്യമായിട്ട് വരുന്നത് 1999-ലാണ്, 1999-ലാണ്. പക്ഷെ അല്ലെങ്കിൽ കോയിനും നോട്ടും വരാൻ തുടങ്ങിയത്, അതായത് വിനിമയം നടത്താൻ തുടങ്ങിയത്, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിനിമയം നടത്താൻ തുടങ്ങിയത് എപ്പോഴാണ്? 2000-ലാണ്, 2002-ലാണ്. യൂറോ എന്ന് പറഞ്ഞാൽ ഇത്രയും രാജ്യങ്ങൾ, ഈ ബ്ലൂവിൽ കാണുന്ന, നമ്മുടെ ഈ മാപ്പിൽ ബ്ലൂവിൽ കാണുന്ന ഇത്രയും രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന കോയിനും കറൻസിയുമാണ് യൂറോ. യൂറോപ്യൻ യൂണിയനിൽ ടോട്ടൽ എത്ര രാജ്യങ്ങളുണ്ട്? 27 രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയൻ. അതിൽ 20 രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഏത്? നമ്മുടെ യൂറോ. US ഡോളറിന് ശേഷം വരുന്ന ഏറ്റവും വലിയ കറൻസികളിൽ ഒന്നാണ് യൂറോപ്യൻ യൂണിയന്റെ യൂറോ. അപ്പോൾ ഈ കോയിൻസ് അല്ലെങ്കിൽ ഈ നോട്ട് യൂറോപ്യൻ യൂണിയന്റെ യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളെയാണ് യൂറോ സോൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ മാപ്പിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, ഇതാണ് യൂറോപ്പ്, ഇതാണ് റഷ്യ. അപ്പോൾ ഈ ബ്ലൂവിൽ കാണുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ. അപ്പോൾ ഇതിൽ ചില രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, വരാത്ത രാജ്യങ്ങൾ. അപ്പോൾ ഈ പച്ച സൂചിപ്പിക്കുന്നത് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് യുക്രൈൻ ഉണ്ട്. യുക്രൈനിന്റെ യുദ്ധം നടന്ന സമയത്ത് അവർ ആപ്ലിക്കേഷൻ കൊടുക്കും, യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. തൊട്ടടുത്ത് ഏതുണ്ട്? മോൾഡോവയുണ്ട്, മോൾഡോവ, നോർത്ത് മാസിഡോണിയ. പിന്നെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്, ചേരാൻ താല്പര്യമുണ്ട് പക്ഷെ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവരാണ് ജോർജിയ. അപ്പോൾ ടർക്കിയും കറണ്ട് കാൻഡിഡേറ്റ് ആണ്. കാൻഡിഡേറ്റ് പൊസിഷനിൽ നിന്ന് എന്താവും? മെമ്പറിലോട്ട് മാറുന്നവരാണ് മെയിനായിട്ട് ഈ കറൻസി ഉപയോഗിക്കുന്നതും അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങൾ. അപ്പോൾ നമുക്കറിയാം UK ബ്രെക്സിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. UK എന്ത് ചെയ്തു? യൂറോപ്യൻ യൂണിയനിലെ അംഗമായിരുന്നു. എന്നിട്ട് അവസാനം ബ്രെക്സിറ്റ് എന്നൊരു പോള് നടത്തി രാജ്യത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്നു അവർക്ക് യൂറോപ്യൻ യൂണിയനിൽ നിന്നും മാറണം. അവരെ എക്കോണമി സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിയത്. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന, വിഡ്രോ ഫ്രം നമുക്കിവിടെ കാണാം, വിഡ്രോ ചെയ്തതായിട്ട് കാണാൻ പറ്റും. UKയും മറ്റ് ചില രാജ്യങ്ങൾ. UK, നോർത്തേൺ അയർലൻഡും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിഡ്രോ ചെയ്തവരാണ്. താഴെ ബോസ്നിയ, ഹെർസഗോവിന, മോണ്ടിനിഗ്രോ, ആൽബീനിയ, കൊസോവോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം
കറണ്ട് കാൻഡിഡേറ്റ്സ് ആണ്. ജസ്റ്റ് ഇത് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ കയറാവുന്നതാണ്. ഈ ഏരിയാസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചും സിലബസ് അനുസരിച്ചും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.